നിങ്ങൾ മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളിയിൽ കൂടി നോക്കി ദിക്റെല്ലാം എത്ര ഉണ്ടാവും? ദിക്ർ തന്നെ ചൊല്ലുന്ന സമയത്ത് ചൊല്ലേണ്ടതുപോലെ ചൊല്ലുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും? കുറെ ആൾക്കാർ അങ്ങനെ ചൊല്ലും, എളുപ്പത്തിനോട് എങ്ങനെ ചൊല്ലും, ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ഖതീബ് ഒന്ന് തംബീഹിന് വേണ്ടി ഉണർത്താൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ ദിക്റാണ്. ചുണ്ട് കാണുന്നില്ലേ? ഇയാൾ എണ്ണയാണ് 33 എന്നുള്ള കണക്ക്. 33. മറ്റാൾ അൽഹംദുലില്ലാഹ്, അയാൾ അൽഹംദുലില്ലാഹ് പറയട്ടെ, വേഗം പറയട്ടെ, 33 എണ്ണണ്ടേ? എണ്ണല ദിക്ർ ചൊല്ലണ്ടേ? എണ്ണ മാത്രം കിട്ടുമോ? എപ്പോഴും എണ്ണിക്കോളി. അല്ല, എണ്ണിയാ മാത്രം കിട്ടും, എപ്പോഴും എണ്ണാൽ നമുക്കല്ലേ ഒരു സുഖല്ലേ? നമുക്ക് അല്ലെങ്കിൽ തന്നെ പ്രാക്ടീസ് അല്ല, ഇങ്ങനെ എണ്ണീട്ട് വരച്ചിട്ട് ഇങ്ങനെ എണ്ണാൽ എപ്പോഴും എണ്ണിയതുകൊണ്ട് മാത്രം കിട്ടുകയാണെങ്കിൽ അവന് ചൊല്ലണ്ടല്ലോ അല്ലേ? ഇനി ചൊല്ലിയാൽ തന്നെ എങ്ങനെ ചൊല്ലും? എങ്ങനെയല്ലും കുറെ ആൾക്കാർ ആദ്യം ഒന്ന് സുഖം അറിയും, പിന്നെ ഈ സുബു ചില ആൾക്കാർക്ക് പേര് ഷോർട്ടാക്കി വിളിക്കും സുബു. അങ്ങനെ ദിക്റുണ്ടോ? സുബു അൽഹംദുലില്ലാഹ് പറയുമ്പോ എങ്ങനെ മാത്രം അങ്ങനെ ദിക്റുണ്ടോ? ദിക്റായി ചൊല്ലുമ്പോ എങ്ങനെ ചൊല്ലണം? അൽഹംദുലില്ലാഹ് കൂട്ടി ചൊല്ലുമ്പോ അൽഹംദുലില്ലാഹ് അത് നേരം കുറേ ആകൂലേ? ആയുസ് തന്നെ കുറവല്ലേ മോനെ ഉള്ളൂ. ഉള്ള ആയുസ് തന്നെ വട്ടത്തിൽ നിന്ന് ചൊല്ലിക്കൂടെ? ചൊല്ലുന്ന 33 ആണെങ്കിൽ അതൊന്ന് റാഹത്തോടെ ചൊല്ലിക്കൂടെ? സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ്. അവസാനം ഹായില്ലേ? സുബ്ഹാനല്ലാഹ്. ഈ സുബു പറയുമ്പോൾ അള്ളന്നല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അശ്രദ്ധയിൽ ഇങ്ങനെ ചൊല്ലി പോയിട്ടൊന്നൊരു കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞ ഹംദ് ചൊല്ലല്ല, ഞാൻ പറഞ്ഞ അർത്ഥത്തില നമ്മൾ ചൊല്ലുന്ന ഹംദാകണ്ടേ സഹോദരങ്ങളെ? കുറച്ചെങ്കിലും ആകണ്ടേ? ആ ഒരു 33 5 വക്ത് ശേഷവും കിട്ടുകയാണെങ്കിൽ എത്ര ഹംദായി അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ദിക്റായില്ലേ? ഒരു നിസ്കാരത്തിന്റെ ശേഷം തന്നെ 110 ദിക്ർ. അപ്പൊ 5 നിസ്കാരത്തിന് ശേഷം കൂട്ടി നോക്കുമ്പോ 550 ദിക്റായി. അതൊരു കനപ്പെട്ട സ്വത്തല്ലേ? ചെറുതൊന്നുമല്ലത്, വലിയൊരു മുതലാണ്, സമ്പാദ്യമാണ്. നഷ്ടപ്പെടുത്താതെ ചൊല്ലുന്ന ആളുകൾക്ക് ആഖിറത്തിലേക്ക് വലിയൊരു സമ്പാദ്യമാണ്. ആ ഒരു നിലയ്ക്ക് അള്ളാഹുവിനെ നല്ല ഓർമ്മയുള്ള മനുഷ്യനാണെങ്കിൽ അവനെത്ര പ്രതിസന്ധിയിൽപ്പെട്ടാലും റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നല്ല ഐശ്വര്യം നൽകും, നല്ല കെൽപ്പ് നൽകും. അള്ളാഹുവിനോടുള്ള കണക്ഷൻ നമ്മൾ വിടരുത്, റബ്ബിനോടുള്ള ബന്ധം നമ്മൾ ഒഴിവാക്കരുത്.